SD ഇൻഡെക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കർട്ടൻ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ നമുക്ക് വീടുകളിൽ ജനൽ കർട്ടൻ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കിനി ആരെയും ആശ്രയിക്കണമെന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കർട്ടൻ ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ പൈപ്പ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യണമെന്നും എല്ലാ മെത്തേഡും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമായി നിങ്ങൾക്ക് കർട്ടൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മൾ ഒരു 3 പാളി ജനലിന് കർട്ടൻ ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്ന വീഡിയോ. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും നമുക്ക് അതിനുള്ള ഗ്രിപ്പ്, നമുക്ക് ഹോളിട്ടതിന് ശേഷം അതിനകത്ത് ഉറപ്പിക്കാനുള്ള ഗ്രിപ്പാണ്. ഇതിന് സോഫിയ ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. സോഫിയ ബ്രാക്കറ്റ് 2 തലയിലും നമുക്ക് സ്ക്രൂ ഇട്ട് നിർത്താൻ പറ്റുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് ഇതിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നില്ല. കാരണം സാധാരണ മധ്യഭാഗത്ത് ബ്രാക്കറ്റ് കൊടുക്കുന്ന പതിവുണ്ട്. പക്ഷേ ഈ കർട്ടൻ ഹൈലൈറ്റ് കർട്ടൻ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ മധ്യഭാഗത്ത് കൊടുക്കുമ്പോൾ കർട്ടൻ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കർട്ടൻ ഫിറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ അവിടെ മധ്യഭാഗത്ത് ആ ബ്രാക്കറ്റിൻ്റെ ചെറിയ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് കർട്ടൻ ചേർന്ന് കിടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബലക്കുറവൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സോഫിയ ബ്രാക്കറ്റ് നമ്മളിങ്ങനെ 2 ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പൈപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. 12 അടിയാണ് നമുക്കിതിൻ്റെ ഒരു പൈപ്പിൻ്റെ ലെങ്ത്. അതിന് നമുക്ക് 3 പാളിക്ക് നമുക്കതിൻ്റെ പകുതി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത അളവാണ്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു തലയിൽ ആ ബ്രാക്കറ്റ് നമ്മൾ ഏതാണ്ട് ഒരു 2.5 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് ഫിറ്റ് ചെയ്യണം. കാരണം അവിടെ ഫിനൈൽ നമ്മൾ സൈഡിൽ വയ്ക്കുന്ന ഒരു ഷോ ചെയ്യുന്ന സാധനം, ഫിനൈൽ എന്നാണ് പറയുന്നത്, ആ സാധനം കൂടെ വെക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗ്യാപ്പ് ഇട്ട് നമ്മളത് ഫിറ്റ് ചെയ്യുന്നു. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ നമുക്ക് ചുമരിൽ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്താനായിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചെന്ന പറഞ്ഞ ഫിനൈൽ. ആ ഫിനൈൽ നമ്മൾ ആ സൈഡിൽ വെച്ച് അതും വേണമെങ്കിൽ നമുക്ക് മുറിക്കിയതിന് ശേഷം നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ എടുക്കാവുന്നതാണ്. നമ്മൾ 3 പാളി ജനലിൻ്റെ ലെങ്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഈ കർട്ടൻ ആൾറെഡി സ്റ്റിച്ച് ചെയ്തേക്കുന്നത് 2 മീറ്ററിലാണ്. അപ്പം 2 മീറ്റർ നമുക്ക് ഫ്ലോർ ടച്ച് കർട്ടൻ അല്ല, ശകലം പൊങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 20 സെൻറ്റിമീറ്റർ അധികമായിട്ട് നമ്മൾ 2.20 മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വിൻഡോയുടെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. സെൻറ്റർ പകുതി എടുത്ത് അതിനെ മാർക്ക് ചെയ്ത് അവിടെ ഒരു അടയാളം കൊടുക്കുക. ഇനി നമ്മൾ 2 തലയിലും 2 അറ്റത്തും നമുക്ക് ഇറക്കം, ഇപ്പം ടൈലിട്ടേക്കുന്ന ഫ്ലോർ ആണെങ്കിൽ നമുക്ക് തറയിൽ നിന്നുള്ള ഇറക്കം പിടിക്കുമ്പോൾ നമുക്ക് ലെവൽ കിട്ടും. 2.20 അവിടെ മാർക്ക് ചെയ്തു. മറുതലയിൽ നമ്മൾ 2.20 മാർക്ക് ചെയ്യും. നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ആ പൈപ്പ്, നമ്മൾ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്തേക്കുന്ന പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു വശം
ആ ബെൻഡ് വന്നേക്കുന്ന ഭാഗം നമ്മൾ ആ മാർക്കിന് കണക്കാക്കി 2 തലയിലും കണക്കാക്കി നമ്മൾ വയ്ക്കും. പക്ഷേ മധ്യഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. മധ്യഭാഗത്തെ മാർക്കിങ്ങും പൈപ്പിലെ മാർക്കിങ്ങും നമ്മൾ മധ്യഭാഗമായിട്ട് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ മധ്യഭാഗമാണ് ആദ്യം കറക്റ്റ് ആക്കുന്നത്. മധ്യഭാഗം നമ്മൾ കറക്റ്റാക്കി അതിനുശേഷം 2 ബ്രാക്കറ്റിൻ്റെ തലയിൽ നമ്മൾ 2 അറ്റത്ത് മാർക്ക് കൊടുത്തായിരുന്നല്ലോ, ആ മാർക്കിൽ നമുക്ക് ഒരേപോലെ വെക്കുക. അതിനുശേഷം 2 ഹോൾ മാർക്ക് ചെയ്യുക. 2 ഹോൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹോൾ ഡ്രിൽ ചെയ്ത് 6 mm ബിറ്റാണ്. 6 mm ഇട്ടിട്ട് നമുക്ക് 6 mm ഗ്രിപ്പും 6 mm സ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്ക് കർട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പം നമ്മളതിന് ഹോൾ ചെയ്യാണ്. ഹോൾ ചെയ്ത് നമ്മളത് ഫിറ്റ് ചെയ്യുന്ന രംഗമാണ് ഇനി കാണുന്നത്.
ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിവ് ലഭിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ.